നമസ്കാരം. നമ്മുടെ കെ.സി. വേണുഗോപാൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പിണറായി വിജയന് വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ പലതും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10ഓളം ചോദ്യങ്ങൾ കെ.സി. വേണുഗോപാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരായി ഉയർത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ കെ.സി. മാസമായിട്ട് കരുതിയിട്ടാണോ എന്താണെന്നറിയില്ല. ചോദ്യങ്ങളൊക്കെ കൊള്ളാം. ഒരു 10 ചോദ്യമുണ്ട്. ആ 10 ചോദ്യങ്ങളിൽ അദ്ദേഹം തുടങ്ങുന്നത് വളരെ രസകരമാണ്. പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയൻ, കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ താങ്കളുടെ ഭരണത്തിൻ്റെ ബാക്കി പത്രമായി അവശേഷിക്കുന്ന ഒരു പിടി ചോദ്യങ്ങളുണ്ട്. വികാരഭരമാണ് കേട്ടോ. ആ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അതിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന 10 ചോദ്യങ്ങൾ ഈ തുറന്ന കത്തിലൂടെ ഉന്നയിക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ താങ്കൾ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിലെ അജണ്ട എന്തായിരുന്നു? അവിടെയാണോ ഡീൽ രൂപപ്പെട്ടത്? പ്രധാനമായും ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പരിതസ്ഥിതി വെച്ചുകൊണ്ട് പ്രധാനമായും കോൺഗ്രസ്സുകാർ ഇവിടെ CPM-ഉം BJP-യും തമ്മിൽ ഒരു വലിയ ഡീൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഡീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില വെളിപ്പെടുത്തൽ, തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന TN പ്രതാപനെതിരായി ഉയർന്നു വന്ന വിവാദങ്ങൾ, അങ്ങനെ തുടങ്ങി പല ഈ പറഞ്ഞ നമുക്ക് അറിയാവുന്ന പോലെ വയനാട് ഫണ്ട് തട്ടിപ്പ് ഇഷ്യൂ, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളെ കടത്തി വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും എന്നാൽ ഒരു കാര്യമില്ലാത്ത, ഒരു ഫോക്കസും കൊടുക്കേണ്ടതല്ലാത്ത ഒരു വിഷയത്തിൽ കൊണ്ടുവന്ന് കേരളത്തെ ചുറ്റിയിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വികല ശ്രമം. അതാണ് ഈ ഡീൽ. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ഡീൽ ഒപ്പിടാൻ വേണ്ടിയിട്ടാണോ? അറിയില്ല. പിന്നെ അതോടൊപ്പം തന്നെ നിർമ്മല സീതാരാമന് ഡൽഹിയിലെ കേരള ഹൗസിൽ വിരുന്ന് കൊടുത്തത് ഡീൽ ഒപ്പിടാൻ വേണ്ടിയിട്ടായിരുന്നോ? അത് എന്ത് ഡീൽ ഉറപ്പിക്കാനായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചേർന്നിട്ട് ചായ സൽക്കാരം നടത്തിയത്. അത് എന്ത് തരം ഡീൽ ഉറപ്പിക്കാനായിരുന്നു എന്നുള്ള കാര്യം കൂടി കെ.സി. വിളിച്ചു പറയേണ്ടതുണ്ട്. കെ.സി. പറഞ്ഞേ മതിയാകൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുതിർന്ന നേതാവും നമ്മുടെ രാജ്യത്തിൻ്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പരസ്യമായി പ്രസംഗിച്ചതിന് ശേഷം ലോക്സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോയി കെട്ടി ഗാഠാലിംഗനം ചെയ്തതിൻ്റെ ഡീൽ എന്തായിരുന്നു എന്നുകൂടി കെ.സി. വേണുഗോപാൽ പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു എന്നുകൂടി. PM ശ്രീ പദ്ധതി. ഇനി അടുത്ത 4ാമത്തെ ചോദ്യം, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്, അതായത് CPI-യുടെ പോലും എതിർപ്പ് മറികടന്നുകൊണ്ട് ഒപ്പിട്ടത്, സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തി PM ശ്രീ നടപ്പിലാക്കാൻ വാശി പിടിച്ചത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? ആരുടെ തടി രക്ഷപ്പെടുത്താനാണ്? BJP-യുമായി രഹസ്യധാരണയിൽ എത്തിയ ശേഷം CPI സംസ്ഥാന നേതൃത്വത്തെ എന്തിനാണ് കബളിപ്പിച്ചത്? ഇതും ഒരു ചോദ്യമാണ്. അതായത് എന്തിനായിരുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്? നമുക്കറിയാം, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിന് അവകാശപ്പെട്ട വിദ്യാഭ്യാസ മേഖലയുമായുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അല്ലാതെ ഇവിടെ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു കേന്ദ്രീയ സിലബസ് നമ്മുടെ കേരളത്തിൽ പഠിപ്പിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞ ഒരു സർക്കാരുണ്ടെങ്കിൽ അത് ഇടത് സർക്കാർ തന്നെയാണ്. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഏറ്റവും ആദ്യത്തെ സംസ്ഥാനം കേരളമാണോ? അല്ല. അതിനുമുമ്പ് കർണാടക ഒപ്പിട്ടിട്ടുണ്ട്, രാജസ്ഥാൻ ഒപ്പിട്ടിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇതിനും കേരളത്തിന് മുൻപ് തന്നെ ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ആരുടെ തടി കൈച്ചിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു? അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? എന്ത് തരം ഡീൽ ഉറപ്പിക്കാനായിരുന്നു ബാക്കി കർണാടക അടക്കമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒപ്പിട്ടത് എന്നുകൂടി കെ.സി. വേണുഗോപാലിൻ്റെ ഈ ചോദ്യത്തിന് ഒരു മറുപുറം കൂടിയുണ്ട്. അത് കെ.സി. വ്യക്തമാക്കണം. പിന്നെ അടുത്ത്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡ് വിഷയത്തിലും LDF-ലെ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ അതീവ രഹസ്യമായി ലേബർ കോഡിന് ചട്ടങ്ങൾ രൂപീകരിക്കുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്ത് ആരെ പേടിച്ചാണ്? തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവായ താങ്കൾ ലേബർ കോഡിൻ്റെ ചുവട് പിടിച്ച് തൊഴിലാളി യൂണിയനുകളുടെ രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയിൽ നിന്ന് 10000 രൂപയാക്കിയില്ലേ? ഇത് ആരെ തൃപ്തിപ്പെടുത്താനാണ്? ഇതും ഡീലിൻ്റെ ഭാഗമാണ് എന്നാണോ പറഞ്ഞു വരുന്നത് എന്നുകൂടി കെ.സി. വ്യക്തമാക്കണം. താങ്കൾ പ്രതിസ്ഥാനത്തുള്ള SNC ലാവലിൻ കേസിൽ സുപ്രീം കോടതിയിലെ വിചാരണ നടപടികൾ രാജ്യത്തിൻ്റെ നിയമചരിത്രത്തിൽ തന്നെ അത്ഭുതം സൃഷ്ടിച്ചു. 40ലേറെ തവണ മാറ്റിവെക്കുന്നതിന് കേന്ദ്ര സർക്കാർ വഴിയൊരുക്കുന്നതിന് താങ്കൾക്കുള്ള പാരിതോഷികമോ ഡീലിൻ്റെ ബോണസോ? താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ആശയങ്ങളും നയങ്ങളും ബലി കൊടുത്തു പ്രധാനമന്ത്രി മോദിയോട് അങ്ങേയറ്റം വിധേയത്വം കാട്ടുന്നത് കേസുകൾ ഒഴിവാക്കിയെടുത്തു താങ്കളുടെ കുടുംബ താല്പര്യം സംരക്ഷിക്കാനല്ലേ? മോദി എന്ന് പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ താങ്കൾ പേടിക്കുന്നതും അതുകൊണ്ടല്ലേ? മോദി എന്ന് പറഞ്ഞ പേരെടുത്തുകൊണ്ട് വിമർശിച്ച, ശക്തമായ ഭാഷയിൽ വിമർശിച്ച കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂട്ടത്തിൽ കെ.സി. വേണുഗോപാൽ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം.
ഈ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ, നമുക്കറിയാം നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേര് മാറ്റുന്ന അതിൻ്റെ ബില്ല് അടക്കം അമെൻഡ് ചെയ്യുന്ന ആ സമയത്ത് ഇവിടെ പോറ്റിയെ കയറ്റിയെ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ട് നിന്ന ഒരു പറ്റ എം പിമാരെ നമുക്കറിയാം. ആ എം പിമാരുടെ പേര് കോൺഗ്രസ് എം പിമാരെന്നായിരുന്നു, UDF എം പിമാരെന്നായിരുന്നു. അതുകൂടി ഓർക്കുന്നത് കെ സി വളരെ നല്ലതാണ്. പിന്നെ തന്നെയുമല്ല, ഈ കെ സി വേണുഗോപാലിന് ഇതൊക്കെ ചോദിക്കാനുള്ള എന്ത് ധാർമ്മികതയാണുള്ളത്? ഇനി SNC ലാവലിൻ്റെ കേസിൽ അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് ഈ പറയുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. മീൻസ് നരേന്ദ്രമോദി അല്ലല്ലോ അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്, അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു അതിൻ്റെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. അത് കെ സി വേണുഗോപാൽ മറന്നിട്ടാണോ എന്നറിയില്ല. അങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ക്ലെയിം ചിറ്റ് നൽകുന്ന CBIയുടെ റിപ്പോർട്ട് വായിച്ചത് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഈ പറയുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു. അതൊരു പക്ഷേ ഓർമ്മയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ പലപ്പോഴും പിന്നെ സംഘപരിവാറിനെതിരായി ശക്തമായ നീക്കം നടത്തിയിട്ടുള്ളത് പലപ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ പറയുന്ന കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഈ കേന്ദ്രത്തിനെതിരായി ശക്തമായ ഒരു ഇടപെടൽ നടത്തിയ ഒരു സമരത്തിൻ്റെ പേര് ഒരു തവണ പറഞ്ഞാൽ മതി, ഒറ്റ തവണയെങ്കിലും അത് പറയണം എന്ന് മാത്രം. അത് കെ സിയുടെ ഏറ്റവും വലിയ പോരായ്മയാണ് കേട്ടോ. കെ സി വേണുഗോപാലിനെ പോലെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു നേതാവ് ഇങ്ങനെയൊക്കെ പിന്നെ കേന്ദ്രത്തിനെതിരായി ഒരു സമരം പോലും നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ സംസ്ഥാനങ്ങളെ ആകമാനം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന ഒരു വിഷയമുണ്ടായപ്പോൾ മന്ത്രിമാരെയും മറ്റ് മുഖ്യമന്ത്രിമാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിൻ്റെ ഇനിഷ്യേറ്റീവോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമര പരിപാടി ഡൽഹിയിൽ നടന്നത് അങ്ങ് ഓർക്കുന്നുണ്ടാകും. ആ സമയത്ത് ആ സമരത്തിൽ പങ്കെടുക്കാതെ പിന്നെ കെ സി വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ മാറി നിന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, എന്ത് ഡീല് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് കൂടി കെ സി ഈ ചോദ്യങ്ങളുടെയൊക്കെ മറുപടിക്കിടയിൽ ഞാൻ ചോദിക്കുന്നു മാത്രം, അതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്നത് മാത്രം, എന്തിനായിരുന്നു അന്ന് മാറി നിന്നത്? അന്നത്തെ ആ സമരത്തിൽ എന്താ പ്രതിപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിലല്ലേ ഇവിടുത്തെ പ്രതിപക്ഷ എം പിമാരുണ്ടായിരുന്നത്? എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും ആ സമരത്തിൻ്റെ 7 അയലത്ത് പോലും പങ്കെടുക്കാതിരുന്നത്? ക്ഷണമുണ്ടായിരുന്നതല്ലേ? എന്നിട്ടും അതുപോലും നിരസിച്ചത്, അല്ലെങ്കിൽ ആ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിപ്പെട്ട് ആ സമരത്തിൽ പങ്കാളികളാകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് കൂടി കെ സി പറയേണ്ടതുണ്ട്. പിന്നെ കരിമണൽ മാസപ്പടി കേസിൽ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണം മരവിപ്പിക്കാൻ കേന്ദ്ര സർക്കാരുമായി താങ്കൾ നടത്തിയ ഡീലിൻ്റെ വ്യവസ്ഥകൾ പുറത്തു പറയാവുന്നവയാണോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ BJPക്കായി കോടികൾ കൊണ്ടുവന്ന കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിക്കുന്നതുമായി ഇതിന് ബന്ധമുണ്ടോ? താങ്കളുടെ മകനെതിരെ വന്ന ED നോട്ടീസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇതൊക്കെ പോയി അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. പിന്നെ മുഖ്യമന്ത്രിയുടെ മകനെതിരായി വന്ന ED അന്വേഷണം, ഇതൊക്കെ അന്വേഷിക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ഈ CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ എന്ന് പറയാൻ നിങ്ങളുടെ MLA സുപ്രീം കോടതി വരെ പോവുകയും എന്നിട്ട് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞു ഇനി മേലെ ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പിന്നെ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫൈൻ ഈടാക്കും എന്ന് പറഞ്ഞതിനെക്കുറിച്ചും കെ സി ഒന്ന് മാത്യു കുഴൽനാടനോട് ചോദിക്കാൻ നന്നായിരിക്കും. പിന്നെ RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും പിന്നീട് അതിലൂടെ തൃശ്ശൂർ പൂരം അട്ടിമറിച്ച് തൃശ്ശൂർ ലോക്സഭാ സീറ്റ് BJPക്ക് വിജയിക്കാൻ സാഹചര്യമൊരുക്കിയെന്നും ഗുരുതര ആരോപണം നേരിട്ട ADGP MR അജിത്കുമാറിനെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആരുടെ നിർദ്ദേശപ്രകാരം, ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ? ഈ പറയുന്ന തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായുള്ള വസ്തുതകൾ കഴിഞ്ഞ ദിവസം, ഒരുപക്ഷെ കെ സി അത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു, കഴിഞ്ഞ ദിവസം TN പ്രതാപനെയും ചേർത്തുകൊണ്ട് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ തന്നെ അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് എന്ന് കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ ഇനി UDFൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് മനോവേദനയോടുകൂടി ഇറങ്ങിപ്പോയ ഒരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് കെ മുരളീധരൻ ആയിരുന്നു. അതിനുശേഷം അവിടെ KPCC തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റി അന്വേഷണം, അത് KC ജോസഫും T സിദ്ദിഖും ഒക്കെ അടങ്ങുന്ന ഒരു 3-അംഗ കമ്മിറ്റി അവിടെ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ നിന്നും കോൺഗ്രസ്സുകാരുടെ വോട്ടാണ് മറിഞ്ഞു പോയതെന്നും അവിടെ ശക്തമായി BJPക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് വോട്ട് മറിച്ചു എന്നുള്ള ഒരു ആരോപണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ KPCCയുടെ ആ കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായത് ഒരുപക്ഷെ കെ സി വേണുഗോപാൽ മറന്നിട്ടുണ്ടാവും. ഒരു പ്രായത്തിൻ്റെ ആവാനാണ് സാധ്യത. ഇത്രയും മറവിയൊക്കെയുള്ള കെ സി വേണുഗോപാൽ എങ്ങനെയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇനി നയിച്ചുകൊണ്ട് പോകുക എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കെല്ലാവർക്കും ഉണ്ട്. പിന്നെ തലസ്ഥാനത്തെ നക്ഷത്ര ഹോട്ടൽ, പറഞ്ഞോളൂ മസ്കറ്റ് ഹോട്ടൽ, ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ താങ്കളും BJP നേതാക്കളും തമ്മിലുണ്ടാക്കിയ ധാരണ എന്ത്? അതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങളോട് വെളിപ്പെടുത്താൻ ആർജവമുണ്ടോ? അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. കേരളത്തിലുണ്ടാകുന്ന ഒരു സമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്.
താങ്കളുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയായ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് കേസുകളിൽ കേന്ദ്ര അന്വേഷണം പാതി വഴി നിലച്ചുപോയത് ആരിടപെട്ടിട്ടാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾക്കെതിരെ താങ്കളുടെ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി.കെ. മോഹൻ കമ്മീഷൻ ഇപ്പോൾ സ്ഥിതി എന്താണ്? ബി.ജെ.പിയും ഡീൽ ഉണ്ടാക്കിയ ശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ കമ്മീഷനെ നിയമിച്ചത്? തുടങ്ങിയ ചോദ്യങ്ങൾ 10 ചോദ്യങ്ങളാണ്. നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസായിരുന്നാലും ഏത് കേസാണെങ്കിലും ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ല അന്വേഷണം മരവിച്ചു പോയി, അന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ ഭയന്ന് വിറച്ച് തിരികെ പോയി എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന എംപിമാർക്കോ ഉണ്ടെങ്കിൽ, നിങ്ങൾ ലോക്സഭയിലെ എം പി അല്ലേന്നേ. കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾ ലോക്സഭയിൽ എം പിയാണ്. ഇതവിടെ ഉയർത്താം ഈ വിഷയം. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ബി.ജെ.പി ശ്രമിക്കുന്നു. ഡീലിൻ്റെ ഭാഗമാണ്. അവിടെ ഉയർത്താം. അവിടെ ഉയർത്തിക്കൊണ്ട് CBI അന്വേഷണം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാം. ഇനി അതുമല്ലെങ്കിൽ രാജ്യത്ത് സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന നിയമവ്യവഹാര കേന്ദ്രങ്ങളുണ്ട്. ഈ കോടതികളിൽ ഏതെങ്കിലും ഒരു കോടതിയെ സമീപിക്കുകയും നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളൊരു പ്രയർ സമർപ്പിക്കുക. മുഖ്യമന്ത്രി എപ്പോഴേ കെണിയിലാക്കാൻ കഴിയുമല്ലോ. നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയല്ല, ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയല്ലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ, പിന്നെ ആം ആദ്മി പാർട്ടി? ആ അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെയല്ലേ, ഡൽഹിയിൽ കോൺഗ്രസ് തന്നെയല്ലേ ശ്രമിച്ചത്? പിന്നെ ഇനി മറ്റൊരു ഡീലിനെ കുറിച്ച് അങ്ങ് എന്തിനാണ് രാജസ്ഥാനിൽ നിന്ന് അങ്ങ് രാജിവെച്ച് ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നത്? അതുകൊണ്ട് ആർക്കാ മെച്ചം ഉണ്ടായത്? ആ മെച്ചം ഉണ്ടായത് പിന്നെ ബി.ജെ.പിക്കാണ്. ബി.ജെ.പിയുടെ ഒരു എം പി രാജ്യസഭയിലെത്തുകയും അദ്ദേഹം മന്ത്രിയായി മാറുകയും ചെയ്തു. അപ്പം ദേശീയ തലത്തിലൊരു വലിയ ഡീലിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ എന്തിനായിരുന്നു കോൺഗ്രസ് പാർട്ടിയിലെ പിന്നെ ഡൽഹി PCCയിലുള്ളവർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആരോപണം ഉയർത്തുകയും അദ്ദേഹത്തെ ജയിലിലടക്കുകയും ചെയ്തത്? അതെന്ത് തരം ഡീലായിരുന്നു എന്നതുകൊണ്ട് വ്യക്തമാക്കാത്തത്? ബീഹാറിലും ഒഡീഷയിലുമുള്ള MLA കൂറുമാറിയതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ചരിത്രം? അപ്പം കേരളത്തിൽ, സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇത്തരത്തിൽ എന്തൊക്കെയോ വലിയ പ്രതിസന്ധികളുണ്ട്. ഇതെല്ലാം ഡീലിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുക. നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഡീലിൽ ഏറ്റവും കൂടുതൽ വശംവദരായിട്ടുള്ളതും ആ ഡീലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളതും എല്ലാം കോൺഗ്രസ് പാർട്ടിക്കാരാണ്. ഇപ്പോൾ ഈ ഡീല് എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ടാണെന്ന് ഏത് പൊട്ടക്കണ്ണനെ മനസ്സിലാകും? എൻ്റെ കേസി ആർക്കും അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. എന്നിട്ടും കേസി എന്തിനാണ് വീണ്ടും ഇതിൽ തന്നെ കടിച്ചു തൂങ്ങുന്നത് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാകാത്തത്. എന്തായാലും ഡീല് അങ്ങോട്ട് ഏശാൻ സാധ്യതയില്ല. കാര്യം തൃശ്ശൂരിലെ കാര്യങ്ങൾ പോയിട്ട് മണലൂരിൽ നടന്ന സംഭവം ഉണ്ടല്ലോ, ആ മണലൂർ മണ്ഡലം കമ്മിറ്റി പോയി കാര്യങ്ങൾ ഏറെക്കുറെ ഒന്ന് രാജിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കേസി സംസാരിക്കുന്നതായിരിക്കും ഉചിതം.